എന്താണ്? ഇനി നമ്മൾ എക്ടമി ചേർന്നിട്ടുള്ള കുറച്ച് വേർഡ്സ്, കുറച്ച് മെഡിക്കൽ ടേംസ് ആണ് പറയുന്നത്. എക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിൻ്റെങ്കിലും സർജിക്കലി റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ, എന്തെങ്കിലും ക്യാൻസറോ അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റോ എന്തെങ്കിലും പസ്സോ ഇൻഫ്ലമേഷനോ ഒക്കെ വന്നിട്ട് ആ ഒരു പോർഷൻ റിമൂവ് ചെയ്തതാണ് എക്ടമി എന്ന് പറയുന്നത്. സോ എക്ടമി മീൻസ് എ സർജിക്കൽ റിമൂവൽ ഓഫ് സംതിങ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താണ്? അഡിനെക്ടമി. അപ്പൊ അഡനെക്ടമി എന്ന് പറഞ്ഞാൽ അഡൻ മീൻസ് ഗ്ലാൻഡ്. അപ്പൊ ടോട്ടലി ഏതെങ്കിലും ഗ്ലാൻഡിന് റിമൂവ് ചെയ്യുന്നതിന് കോമൺ ആയിട്ട് പറയുന്നതാണ് അഡനെക്ടമി, ദാറ്റ് ഇസ് സർജിക്കൽ റിമൂവൽ ഓഫ് എ ഗ്ലാൻഡ്. ഇനി അഡിനോയിഡെക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? സർജിക്കൽ റിമൂവൽ ഓഫ് അഡിനോയിഡ്സ്. അഡിനോയിഡ് ഗ്ലാൻഡ്സ്, നമുക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്ലാൻഡ്സ് ആണ് അഡിനോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അഡിനോയിഡ് ഗ്ലാൻഡിന്റെ റിമൂവൽ ആണ് അഡിനെക്ടമി എന്ന് പറയുന്നത്. നമ്മുടെ ഈ നോസിന്റെ ഒക്കെ ഈ പോർഷനിൽ ഉണ്ടാവും. ചില സമയത്ത് അതിന്റെ ഓവർ ഗ്രോത്ത് കൊണ്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, സ്നോറിങ് അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവും. ദാറ്റ് ഇസ് അഡിനോയിഡെക്ടമി മീൻസ് സർജിക്കൽ റിമൂവൽ ഓഫ് അഡിനോയിഡ്സ്. ഇനി നെക്സ്റ്റ് എന്താണ്? അഡ്രിനാലോ എക്ടമി. അഡ്രിനാലെക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവൽ ഓഫ് വൺ ഓർ ബോത്ത് അഡ്രീനൽ ഗ്ലാൻഡ്സ്. അഡ്രീനൽ എന്ന് പറഞ്ഞാൽ സംതിങ് റിലേറ്റഡ് ടു റീനൽ. റീനൽ എന്ന് പറഞ്ഞാൽ കിഡ്നി. അപ്പൊ കിഡ്നിയുടെ മേളിൽ ഒരു ക്യാപ് ലൈക്ക് ആയിട്ടിരിക്കുന്ന ഒരു ഗ്ലാൻഡ് ആണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഗ്ലാൻഡിന്റെ റിമൂവൽ ആണ് അഡ്രീനലെക്ടമി എന്ന് പറയുന്നത്. ഇനി അപ്പൻഡക്ടമി എന്താണ്? അപ്പൻഡിക്സ്. നേരത്തെ നമ്മൾ അപ്പൻഡിസൈറ്റിസ് ഒക്കെ പറഞ്ഞു, അപ്പൻഡിക്സിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ പറഞ്ഞു. അപ്പൊ അപ്പൻഡക്ടമി എന്ന് പറഞ്ഞാൽ സർജിക്കൽ റിമൂവൽ ഓഫ് അപ്പൻഡിക്സ്. ആ ഒരു ഗ്ലാൻഡിന് ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ്, അതിനെ റിമൂവ് ചെയ്യുന്നതാണ് അപ്പൻഡക്ടമി എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഓറിക്കുലോ എക്ടമി. ഓറിക്കുലോ എക്ടമി എന്ന് പറഞ്ഞാൽ എന്താ? ഓറിക്കുലോ എന്നൊക്കെ പറഞ്ഞാൽ ഇയർ റിലേറ്റഡ് ആണ്. സർജിക്കൽ റിമൂവൽ ഓഫ് ഇയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്, ദാറ്റ് ഈസ് ഓറിക്കുലോ എക്ടമി. ടിംഫാനെക്ടമി ആണെങ്കിൽ ഇയർ ഡ്രമിന്റെ റിമൂവൽ ആണ് ടിംഫാനെക്ടമി എന്ന് പറയുന്നത്. ഇനി കോളിയോസിസ്റ്റെക്ടമി എന്താണ്? കോളിയോസിസ്റ്റെക്ടമി മീൻസ് സർജിക്കൽ റിമൂവൽ ഓഫ് ഗോൾ ബ്ലാഡർ. കോളിയോ മീൻസ് ഗോൾ ബ്ലാഡർ ആണ്. കോളിയെക്ടമി എന്താണ്? സർജിക്കൽ റിമൂവൽ ഓഫ് കോളൻ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റെസ്റ്റൈൻ ആണ് കോളിയെക്ടമി എന്ന് പറയുന്നത്. കോളൻ എന്ന് പറഞ്ഞാൽ സർജിക്കൽ ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ ഒരു പാർട്ടാണ്. അപ്പൊ അതിന്റെ റിമൂവൽ ആണ് കോളക്ടമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ് എന്താണ്? ക്രേനിയെക്ടമി. ക്രേനിയെക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രേനിയം, നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു എന്താണ് സ്കൾ അല്ലെങ്കിൽ ബ്രെയിനിനെ കവർ ചെയ്തിരിക്കുന്നതാണ് ക്രേനിയം എന്ന് പറയുന്നത്. സർജിക്കൽ റിമൂവൽ ഓഫ് എ പോർഷൻ ഓഫ് ദ ക്രേനിയം ആണ് ക്രേനിയെക്ടമി എന്ന് പറയുന്നത്. ഇനി സിസ്റ്റെക്ടമി എന്താണ്? സിസ്റ്റോ മീൻസ് യൂറിനറി ബ്ലാഡർ എന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ സർജിക്കൽ റിമൂവൽ ഓഫ് ദ യൂറിനറി ബ്ലാഡർ സിസ്റ്റെക്ടമി. ഇനി ഗാസ്ട്രക്ടമി ആണെങ്കിലോ പാർഷ്യൽ അല്ലെങ്കിൽ ഫുൾ റിമൂവൽ ഓഫ് ദ സ്റ്റമക്ക് ആണ് ഗാസ്ട്രക്ടമി എന്ന് പറയുന്നത്. ഇനി ജിഞ്ചിവെക്ടമി എന്താണ്? ജിഞ്ചിവ ഞാൻ പറഞ്ഞു, ഗംസ് ആണ്, റിമൂവൽ ഓഫ് ഗംസ്. ഇനി ഗ്ലോസെക്ടമി. ഗ്ലോസോ മീൻസ് ടങ്ക് ആണ്, ടങ്കിന്റെ റിമൂവൽ ആണ് ഗ്ലോസെക്ടമി എന്ന് പറഞ്ഞത്. ഹെമറോയിഡെക്ടമി ഞാൻ പറഞ്ഞു, ഏനസിന്റെ ഏരിയയിൽ ഉള്ള വെയിൻസും നെർവ്സ് ആ ഏരിയ ഒക്കെ ഇങ്ങനെ എന്താണ് ബൾജ് ചെയ്ത് വരുന്നതാണ് ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. ഹെമറോയിഡെക്ടമി എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഹെമറോയിഡ്സ്, അല്ലെങ്കിൽ ഹെമറോയിഡിന് പറയുന്ന വേറൊരു പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പൈൽസ്. ഓക്കെ, അപ്പൊ അതിന്റെ റിമൂവൽ ആണ് ഹെമറോയിഡെക്ടമി എന്ന് പറയുന്നത്. ഇനി ഹെപ്പാറ്റെക്ടമി എന്താണ്? സർജിക്കൽ റിമൂവൽ ഓഫ് ദ ലിവർ. ലിവറിന്റെ പോർഷൻ അല്ലെങ്കിൽ ഫുൾ റിമൂവൽ അല്ലെ, അതിനെയാണ് ഹെപ്പറ്റെക്ടമി എന്ന് പറയുന്നത്. ഇനി ഹൈപ്പോഫിസെക്ടമി എന്താണ്? ഹൈപ്പോഫിസെക്ടമി മീൻസ് സർജിക്കൽ റിമൂവൽ ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പം ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞാൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് പറയുന്ന ടേമാണ് ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ സർജിക്കൽ റിമൂവൽ ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഹൈപ്പോഫിസെക്ടമി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് നോക്കൂ? ഹിസ്ട്രെക്ടമി. ഹിസ്ട്രോ എന്ന് പറഞ്ഞാൽ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അതൊക്കെ നമ്മൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഓരോ ചാപ്റ്റർ വൈസ് സിസ്റ്റം വൈസ് പഠിക്കുമ്പോൾ അതിന്റെ അണ്ടറിൽ വരുന്ന മെഡിക്കൽ ടേംസ് അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഹിസ്ട്രോ എന്ന് പറഞ്ഞാൽ യൂട്രസ് റിലേറ്റഡ് ആണ്. ഹിസ്ട്രെക്ടമി പറഞ്ഞാൽ സർജിക്കൽ റിമൂവൽ ഓഫ് ദ യൂട്രസ്. ഇനി റിഡക്ടമി എന്താണ്? റിഡക്ടമി എന്ന് പറഞ്ഞാൽ സർജിക്കൽ റിമൂവൽ ഓഫ് എ പീസ് ഓഫ് ഐറിസ് ഫ്രം ദ ഐറിസ് ഓഫ് ദ ഐ. ഐന്റെ ചുറ്റിനുള്ള ഭാഗം, നമ്മൾ ഈ കാണുന്ന നമ്മുടെ കൃഷ്ണമണിക്ക് ചുറ്റിനും ഇരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത്. ഈ ഐറിസിന്റെ കളറാണ് നമ്മൾക്ക് ചിലർക്ക് ബ്രൗൺ, ചിലർക്ക് നല്ല പൂച്ചക്കണ്ണ്, ആ ഒരു കളറിലിരിക്കുന്ന ആ ഒരു പോർഷനാണ് ഐറിസ് എന്ന് പറയുന്നത്. അപ്പൊ ഐറിഡക്ടമി എന്ന് പറഞ്ഞാൽ സർജിക്കൽ റിമൂവൽ ഓഫ് എ പീസ് ഓഫ് ഐറിസ് ആണ് ഐറിഡക്ടമി എന്ന് പറയുന്നത്. ഇനി കെരാറ്റക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? കോർണിയ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് കെരാറ്റക്ടമി എന്ന് പറയുന്നത്. ഇനി മെസക്ടമി എന്താണ്? സർജിക്കൽ റിമൂവൽ ഓഫ് വൺ ഓർ ബോത്ത് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുന്ന സർജറിയാണ് മെസക്ടമി എന്ന് പറയുന്നത്. ഇനി മയോക്ടമി ആണെങ്കിലോ റിമൂവൽ ഓഫ് എ പോർഷൻ ഓഫ് മസിൽസ്. മയോ മീൻസ് മസിൽ ആണ്, മസിലിന്റെ ഒരു പോർഷൻ റിമൂവ് ചെയ്യുന്നതാണ് മയോക്ടമി എന്ന് പറയുന്നത്.
ഇനി മയോമെക്ടമി എന്ന് പറഞ്ഞാൽ മയോക്ടമി ആൻഡ് മയോമെക്ടമി കൺഫ്യൂസ് ചെയ്ത് മയോമെക്ടമി എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഫൈബ്രോയിഡ്സ് ഫ്രം ദ യൂട്രസ് ബട്ട് ദ യൂട്രസ് ഇസ് ലെഫ്റ്റ് ഇൻടാക്ട്. അപ്പൊ യൂട്രസിൽ നിന്ന് ഫൈബ്രോയിഡ്സ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് മയോമെക്ടമി. ഇനി യൂട്രസോട് കൂടി റിമൂവ് ചെയ്യുന്നതാണെങ്കിൽ ഹിസ്റ്ററക്ടമി ആണ്. നമ്മൾ ചില റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ ഗൈനക് റിപ്പോർട്ട്സ് നോക്കുമ്പോൾ ഹിസ്റ്ററക്ടമി അങ്ങനത്തെ എഴുതിയേക്കും, അല്ലെങ്കിൽ മയോമെക്ടമി അങ്ങനെയൊക്കെ എഴുതിയേക്കും. ദാറ്റ് മീൻസ് ഹിസ്റ്ററക്ടമി മീൻസ് സർജിക്കൽ റിമൂവൽ ഓഫ് ദ യൂട്രസ്, മയോമെക്ടമി മീൻസ് റിമൂവൽ ഓഫ് ഫൈബ്രോയിഡ് ഫ്രം ദ യൂട്രസ് ബട്ട് ദ യൂട്രസ് ഇസ് ലെഫ്റ്റ് ഇൻടാക്ട്. ഇനി നെക്രോസെക്ടമി എന്ന് പറഞ്ഞാൽ നെക്രോസിസ് എന്ന് പറഞ്ഞാൽ ഡെഡ് സെൽ ഫോം ചെയ്യുന്നതാണ് നെക്രോസിസ് എന്ന് പറയുന്നത്. അപ്പം അതായത് നമുക്കൊരു ഊണ്ടൊക്കെ ഉണ്ടായിട്ട് അത് ഹീൽ ചെയ്യുമ്പോൾ അതിന്റെ ചുറ്റിനും കുറെ ഡെഡ് ഡ്രൈ സെൽസ് ഉണ്ടാവും. അപ്പൊ നെക്രോസെക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവൽ ഓഫ് ഡെഡ് ടിഷ്യൂ ആണ് നെക്രോസെക്ടമി എന്ന് പറയുന്നത്. ഇനി നെഫ്രക്ടമി എന്താണ്? റിമൂവൽ ഓഫ് നെഫ്രോ മീൻസ് കിഡ്നി ആണ്. ഇപ്പൊ കിഡ്നിക്ക് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടായിട്ട് കിഡ്നി റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് നെഫ്രക്ടമി എന്ന് പറയുന്നത്. ഇനി നെർവ്സ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ന്യൂറക്ടമി. ഇനി അടുത്തത് ഓവറീസ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഒഫറക്ടമി എന്ന് പറയുന്നത്. ഉഫർ എന്നൊക്കെ പറഞ്ഞാൽ വേർഡ്സ് ഇസ് റിലേറ്റഡ് ടു ഓവറി ആണ്. ഒഫറക്ടമി മീൻസ് സർജിക്കൽ റിമൂവൽ ഓഫ് ദ ഓവറീസ്. ഇനി ഓർക്കിയോ എക്ടമി എന്താണ്? ഇപ്പൊ ടെസ്റ്റിസിന്റെ അല്ലെങ്കിൽ ടെസ്റ്റിക്കിൾസിന്റെ റിമൂവൽ ആണ് ഓർക്കിയോ എക്ടമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ഓർക്കിഡെക്ടമി എന്നും പറയും. ഓക്കെ. ഇനി ഓസ്റ്റിയോ എക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസ്റ്റിയോ മീൻസ് ബോൺ ആണ്. ഏതെങ്കിലും ഒരു പോർഷനിൽ ബോണിന് എന്തെങ്കിലും ഡിഫോമിറ്റി വന്നിട്ട് അത് റിമൂവ് ചെയ്യുന്നതാണ് സർജിക്കൽ റിമൂവൽ ഓഫ് ബോൺ ഇസ് ഓസ്റ്റിയോ എക്ടമി. ഇനി പാൻക്രിയാക്ടമി എന്താണ്? പാൻക്രിയാസിന് എക്ടമി മീൻസ് റിമൂവൽ ആണ്, റിമൂവൽ ഓഫ് ദ പാൻക്രിയാസ്. ഇനി പാൻക്രിയാറ്റോ ഡിയോഡിനോ എക്ടമി. അപ്പൊ അവിടെ എന്തൊക്കെ റിമൂവ് ചെയ്യും? സർജിക്കൽ റിമൂവൽ ഇൻവോൾവിംഗ് പാൻക്രിയാസ് ആൻഡ് ദ ഡിയോഡിനം. അതായത് പാൻക്രിയാസും സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഒരു പോർഷൻ ആയിട്ടുള്ള ഡിയോഡിനം, ജിജിനം, ഇലിയം എല്ലാം സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പോർഷൻ ആണ്. അപ്പൊ അതിൽ ഡിയോഡിനവും പാൻക്രിയാസും കൂടെ റിമൂവ് ചെയ്യുന്ന സർജറിയാണ് പാൻക്രിയാറ്റോ ഡിയോഡിനെക്ടമി.